നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില എവിടം വരെയാണ് എന്ന് ഇപ്പോൾ എല്ലാവർക്കും ഒരു പിടുത്തമുണ്ടായിരിക്കും. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില അടപടലം തെറ്റിക്കിടക്കുന്ന ഈ സാഹചര്യത്തിൽ അതിന്റെ തലപ്പത്തുള്ളവരൊക്കെ തന്നെ ടൂറിലാണ്. എങ്ങനെ മനസമാധാനത്തോടു കൂടി ടൂറിൽ പോകുന്നു എന്ന കാര്യത്തിൽ അറിയില്ല. അവരുടെയൊക്കെ മനക്കെട്ടി തന്നെ അതിന് കാരണമെന്നാണ് പലരും പറയുന്നത്. എന്തായാലും എറണാകുളത്ത് കഴിഞ്ഞ ദിവസമാണ് കടയിൽ കയറി അയൽവാസിയെ മറ്റൊരു അയൽവാസി വെട്ടിക്കൊലപ്പെടുത്തിയത്. അതുമാത്രമല്ല, പത്തനംതിട്ടയിൽ 10 വയസ്സുകാരിയായ പെൺകുട്ടിയെ മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും കണ്ണുവെട്ടിച്ച ഒരു വ്യക്തി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച വാർത്തയും നമ്മൾ കേട്ടതാണ്. തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഗുണ്ടകളുടെ വിളയാട്ടമാണ് നടക്കുന്നത്. എല്ലാവരുടെയും വീടുകളിൽ, അതായത് ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ വീടുകളിൽ കയറി ഇറങ്ങി പോലീസ് മടുത്തൊരു സാഹചര്യവുമുണ്ട്. അതുമാത്രമല്ല, മറ്റൊരിടത്ത് നോക്കുകയാണെങ്കിൽ ഈ ഗുണ്ടകളുടെ ഒരു ആഘോഷവും ഒക്കെ തന്നെ നടക്കുന്നുമുണ്ട്. എന്തായാലും സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില ആകെ താളം തെറ്റിയ അവസ്ഥ തന്നെയാണ് ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇപ്പോഴിതാ പ്രതിദിന ക്രിമിനൽ കേസുകൾ വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഗുണ്ടകളുടെ എണ്ണവും പെരുകുകയാണ്. അതേസമയം ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനും ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാറും വിദേശയാത്രയിലുമാണ്. സിംഗപ്പൂരിലേക്കാണ് യാത്ര തിരിച്ചിട്ടുള്ളത്. MR അജിത് കുമാർ സിംഗപ്പൂർ സന്ദർശനത്തിലായതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷിന് ക്രമസമാധാന ചുമതല കൂടി നൽകുകയാണ്. അതായത് സംസ്ഥാനത്ത് ക്രമസമാധാന പാലനത്തിലുള്ള ADGPയുടെ അധിക ചുമതലയും ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷിന് തന്നെ എന്നാണ് അർത്ഥം. സർക്കാർ അനുമതിയോടുകൂടിയാണ് അജിത് കുമാറിന്റെ സ്വകാര്യ ആവശ്യത്തിനുള്ള വിദേശയാത്ര. ഈ മാസം 25 വരെയുള്ള യാത്രയ്ക്കാണ് അനുമതി നൽകിയിട്ടുമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും ഈയിടെയാണ് സിംഗപ്പൂർ സന്ദർശനം നടത്തിയിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ക്രമസമാധാന ചുമതലയുള്ള പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥനും സിംഗപ്പൂരിലേക്ക് പോകുന്നത്. ഈ മാസം 4 നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ADGPക്ക് 10 ദിവസത്തെ അവധി അനുവദിച്ചിട്ടുള്ളത്. ക്രമസമാധാന നില എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുമ്പോഴും ഓരോ ദിവസവും ഗുണ്ടകളുടെ എണ്ണവും പെരുകി വരികയാണ്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ബർത്ത്ഡേ ആഘോഷത്തിനിടെ ഹോട്ടലിൽ വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായിരുന്നു. അതിനു മുൻപ് തലസ്ഥാനത്ത് തല തകർത്ത് ഒരു 24 വയസ്സുകാരനെ കൊലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ പലയിടത്തും പലതരത്തിലുള്ള ഗുണ്ടാവിളയാട്ടങ്ങളും അതുപോലെ തന്നെ കേട്ടാൽ ഭയക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. അതിനിടയിലാണ് ഈ സിംഗപ്പൂർ യാത്ര വരുന്നത്. എല്ലാവരും എന്തിനാണ് ഈ സിംഗപ്പൂരിലേക്ക് പോകുന്നതെന്ന് പലരും ചോദിക്കുന്നുമുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഈ വിദേശ യാത്രയൊക്കെ തന്നെ വെട്ടിക്കുറച്ച് തിങ്കളാഴ്ചയോടുകൂടി തിരുവനന്തപുരത്ത് തലസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്. എന്തായാലും അതിനുള്ള കാരണവും അറിയില്ല. ഈ ക്രമസമാധാന നില താളം തെറ്റിയ സാഹചര്യത്തിലാണോ എന്നതുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും മുഖ്യമന്ത്രി എത്തുന്നുണ്ട്. ഈ ആഭ്യന്തര മേധാവികളെല്ലാം തന്നെ ഇത്തരത്തിൽ ടൂറ് പോകുന്നത് കേരളത്തിലെ ഏറ്റവും മോശം സാഹചര്യത്തിലാണല്ലോ എന്നതുകൂടിയാണ് ഓർക്കേണ്ടത്.